Praise the Lord. Hallelujah. Almost every Sunday you ask me to repeat the call for praising God, right? And that is when the best comes out. Yes. Right? We should always be ready to praise the Lord with all our strength, right? Amen. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്തുതിപ്പാൻ നാം ഒരുങ്ങണം. നമുക്ക് ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറയാം. Hallelujah. Hallelujah. Amen. Amen. കർത്താവിന്റെ നാമത്തിന് മഹത്വം കരേറ്റുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ച ടോപ്പിക് വിഷയം നമ്മൾ ഇന്ന് തുടരാൻ പോവുകയാണ്. Bring God's greetings to God's name, and we are going to continue on the path that we have started the discussion last week. Emotional health of a Christian, understanding and handling depression എന്നുള്ള വിഷയമാണ് നമ്മൾ തുടങ്ങിയത്. ഒരു വ്യക്തിയുടെ, ഒരു ക്രിസ്ത്യാനിയുടെ, കർത്താവിൻ്റെ ഒരു ഫോളോവറിൻ്റെ ഇമോഷണൽ ഹെൽത്ത്, വൈകാരിക ജീവനിലെ ഒരു ആരോഗ്യപരമായ അവസ്ഥ എങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്? വിശേഷാൽ വിഷാദ രോഗം, അമിതമായ ഉത്കണ്ഠ എന്നിവയെല്ലാം നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും, ആ വിഷയമാണ് നമ്മൾ തുടങ്ങിയത്. We have started on a subject of emotional health of a Christian, understanding and handling anxiety and depression. How do we deal with that? That is a subject we started last week. ഒരിക്കൽ കൂടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് ആവർത്തിക്കാം. I'm going to repeat few things that I shared last week. നമ്മൾ ഈ വിഷാദ രോഗം, ഡിപ്രഷൻ എന്ന് പറയുന്നത് മറ്റ് രോഗങ്ങളെ പോലെ പലപ്പോഴും ഒരു രോഗമായിട്ട് തീരാറുണ്ട്. പലരെ സംബന്ധിച്ചും അതിനെ ആ വിധത്തിൽ കാണുകയും ട്രീറ്റ്മെൻറ്റ്, ചികിത്സ, മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമുള്ളിടത്ത് അത് ചെയ്യുവാനും നമ്മൾ ബദ്ധശ്രദ്ധരായിരിക്കണം. And we must be focused and be careful that just like we treat any other illness or sickness, sometimes we may have to treat depression or anxiety and sicknesses associated with that. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഇവിടെ ഞങ്ങൾ പറയാൻ പോകുന്നത് നമ്മൾ ആത്മീകമായിട്ടുള്ള കാഴ്ചപ്പാട് അതിനെ സംബന്ധിച്ച് എന്തുള്ളതാണ്. So what we are discussing or sharing from the pulpit here is the spiritual aspect of that subject. വിഷാദ രോഗവും അമിതമായ ഉത്കണ്ഠയും നമ്മൾ നേരിടുമ്പോൾ അതിനെ ആത്മീകമായിട്ട്, ആരോഗ്യപരമായിട്ട് എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്? So how do we in a healthy manner deal with depression and anxiety and when we face those things in our life? സദൃശവാക്യം 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമ്മൾ വായിച്ചാണ് ആരംഭിച്ചത്. Proverbs chapter 15 verse 13 we read and we started this subject. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. A happy heart makes the face cheerful, but heartache crushes the spirit. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എല്ലാ കാര്യങ്ങളും പിന്നെയും ആവർത്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. I do not want to repeat the things that we discussed last week. എന്താണ് ഈ വിഷാദ രോഗം, ഡിപ്രഷൻ, അമിതമായ ഉത്കണ്ഠ എന്ന് നമ്മൾ കണ്ടു. So we have talked about what is depression, what is anxiety, and what are the disorders caused by that. ഉത്കണ്ഠ ഉണ്ടാവുക സ്വാഭാവികമാണ്. It is natural to have anxiety. എന്നാൽ അമിതമായ ഉത്കണ്ഠയിൽ നമ്മൾ തന്നെ അതിന്റെ അടിമകളായി ആ ബന്ധനത്തിലാവുക, ഡിപ്രഷനിലാവുക എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സാണ്. But we become depressed or come under the influence of that. It is a choice that we make ourselves. നമ്മളിൽ ആരും ആ ചോയ്സ്, ആ തിരഞ്ഞെടുപ്പ് നടത്തുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I truly believe none of you will make that choice to be under the influence of that. കാരണം ഈ ഉത്കണ്ഠകളിൽ നിന്ന്, ഈ അമിതമായ ഉത്കണ്ഠയിൽ നിന്ന്, വിഷാദ രോഗങ്ങളിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള മാർഗങ്ങൾ ദൈവത്തിന്റെ വചനം തന്നെ നമ്മോട് പറയുന്നുണ്ട്. But the word of God gives us clear direction on how to overcome these depression and anxiety in our lives. കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞതുപോലെ ആങ്സൈറ്റീസ് എന്ന് പറയുന്നത്, ഉത്കണ്ഠ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സാധാരണ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. It is a normal part of all of our lives. Anxiety is a normal part of that. ഒരുപക്ഷേ ഇപ്പോഴും നമ്മളിൽ പലരും അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. Maybe some of you are going through that situation as we sit here, as we speak. പുറത്ത് പറയാൻ വയ്യാത്ത പല ഉത്കണ്ഠകളുമായിട്ട് ഇവിടെ ഇരിക്കുന്നവർ പലരും കണ്ടേക്കാം. There may be many who are sitting with the anxiety that you are now wanting to express outwardly. നാളെയെക്കുറിച്ചുള്ള ഭാരങ്ങളുമായിട്ട് ഇവിടെ ഇരിക്കുന്നവരുണ്ടായിരിക്കും. There may be many who are sitting with the worries of tomorrow.
കുടുംബത്തെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള ഭാരങ്ങളുമായിട്ടിരിക്കുന്നവർ. There may be concerns about your family and your children. ജീവിതം തന്നെ ഒട്ടും എക്സൈറ്റിംഗ് അല്ല എന്ന് തോന്നുന്ന ആളുകൾ. There may be people who are life is boring and not exciting. എന്ത് ചെയ്താലും സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. Regardless of what you do, you're not able to find joy in your life. അല്ല എങ്കിൽ ദിനംതോറും പുതിയ പുതിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുക. Or you may be facing different obstacles on a daily basis. അതിന്റെ വലിയ സമ്മർദ്ദം നമ്മിൽ പലരുടെ മേലും ഒരുപക്ഷെ ഉണ്ടായേക്കാം. You may be under the pressure of those the challenges that you're dealing with. ഇന്ന് രാവിലെ ഞങ്ങളെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വലിയൊരു യുദ്ധം നടക്കുന്ന പലരും ഇവിടെ ഉണ്ടായി. As you are hearing us this morning, you may be going through a war in your mind this morning. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ ഒരു ഇമോഷണൽ ഹെൽത്ത് ഗോസ്പലിന്റെ ആവശ്യം. And that is such a place where you need the gospel of the emotional health. ഞാൻ പറഞ്ഞത് നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് എങ്ങനെ ആരോഗ്യപരമായിട്ട് ദൈവത്തിന്റെ വചനപ്രകാരം കൈകാര്യം ചെയ്യാൻ പറ്റും. As we reminded you last week, how can we, according to the word of God, how can we handle emotional health? ഈ സമ്മർദ്ദത്തിന്റെ വിഷാദ രോഗത്തിന്റെ ചില സിംപ്റ്റംസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. We also talked about some of the symptoms of anxiety and depression. വളരെ ആഴത്തിലുള്ള ദുഃഖം. There are some deep based sorrows. ജീവിതത്തെക്കുറിച്ച് തന്നെ ഒരു വല്ലാത്ത ശൂന്യത തോന്നുന്ന അവസ്ഥ. There is an emptiness regarding life itself. ഒരു കാര്യത്തിലും സന്തോഷം കണ്ടെത്തുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. Not able to find happiness of joy in your life regardless of what goes on. എല്ലാറ്റിനെ കുറിച്ചും അസ്വസ്ഥത ഉണ്ടാവുക, ഒരു അജിറ്റേറ്റഡ് ആവുക. There is a disturbance or agitation regarding everything in life. നമ്മുടെ ബന്ധങ്ങളിൽ അജിറ്റേറ്റഡ് ആവുകയാണ്, അസ്വസ്ഥരാകുകയാണ്. ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. In your relationship with others, somebody says something, you are really disturbed by that. ചിലര് ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് പോവുക. Some people go through hyperactivity associated with depression. ചിലർ ഇൻആക്ടിവിറ്റിയിലേക്ക് പോകും. Some people go through inactivity. ചിലർക്ക് ഉറക്കം തടസ്സപ്പെടുവാനിടയാവും. Some people lose sleep because of this ചിലർക്ക് situation. വിശപ്പുണ്ടാകുന്നില്ല. Some people are not hungry. പ്രോപ്പറായിട്ട് വേണ്ടതുപോലെ ഉചിതമായി ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും Some കഴിയാതെ are not able to formulate a thought process in their head. പഴയ കാലങ്ങളെ കുറിച്ചുള്ള ഗിൽറ്റ് ഫീലിംഗ്, വല്ലാത്ത തെറ്റ് ചെയ്തു എന്നുള്ള ബോധം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. Some are different, haunted by the past and the thoughts of things that you have done in the past. ഇതെല്ലാം ചില സാധ്യമായ സിംപ്റ്റംസ് ആണ്, അടയാളങ്ങളാണ്. These are all possible symptoms of anxiety and depression. അവയെല്ലാം നമ്മൾ തക്ക സമയങ്ങളിൽ നേരിട്ടില്ല എങ്കിൽ അവ നമ്മെ ഈ വിഷാദ രോഗങ്ങളിലേക്ക് നടത്തുവാൻ സാധ്യതയുണ്ട്. If you don't deal with these situations as it comes up, then it will eventually lead you to depression. മറ്റൊരു സിംപ്റ്റം മറ്റു പലരിലും കാണുന്നത്, And there's another symptom that we see in many people. മറ്റുള്ളവർക്ക് അസ്വസ്ഥമായിട്ടുള്ള അല്ലെങ്കിൽ അൺപ്ലസന്റ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുക. And they will find joy in creating unpleasant situation for others around them. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? Any of you like that? മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിർവൃതി കൊള്ളുക. And they find satisfaction in creating an unpleasant situation for people around them. കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രസ്താവന ഞാൻ കേട്ടു. I've heard a statement like this last week. ഇവിടെ എങ്ങും അല്ല കേട്ടോ, Not here. അദ്ദേഹം ആ വ്യക്തി പറയുക, ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. And I go to temple, this person said. പക്ഷെ ഞാൻ പോകുന്നത് എന്തിനാണെന്നറിയാവോ? Do you know why I go? അവിടെ ഈ അമ്പലത്തിന് പുറത്തിട്ടിരിക്കുന്ന ചെരുപ്പുകളുണ്ടല്ലോ, And the sandals and the shoes outside the temple. അതെല്ലാം ഞാൻ മാറ്റി മിസ്മാച്ച് ചെയ്ത് വെക്കും. And I mismatch those shoes as people are worshiping. എന്നിട്ട് ആളുകൾ പുറത്തു വന്നിട്ട് അവരുടെ ടെൻഷൻ കാണുന്ന എനിക്ക് വലിയൊരു സന്തോഷം. So I enjoy watching people tense when they're coming out looking for their shoes. ഇത് പലർക്കും സത്യമാണ്. This is a true statement. മറ്റുള്ളവർക്ക് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്താൽ അത് വലിയൊരു സന്തോഷമാണ്. To create tension for somebody else around you, that really you find joy in that. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം എന്നോ പറഞ്ഞിരുന്നു, And I've said this a few weeks ago. ഒരു മനുഷ്യന്റെ പ്രത്യേക സ്വഭാവമായിരുന്നു പോയിട്ട് ഈ നാൽക്കവലകളിലൊക്കെ അവിടെ ഡിറക്ഷൻ ദിശാസൂചികകൾ വെച്ചിട്ടുണ്ടല്ലോ, അതിനെ നേരെ തിരിച്ചു വെക്കും. And this person found joy or pleasure in
turning these signs in a four-way areas where they would turn the signs in the wrong direction. ഉദാഹരണത്തിന് ഞാൻ പറയുന്ന ഓർലാൻഡോയ്ക്കുള്ളത് ടാമ്പായ്ക്ക് വെക്കും, And the direction to Orlando is turned to Tampa, ടാമ്പായ്ക്കുള്ളത് ഓർലാൻഡോയ്ക്ക് വെക്കും. and to the direction to Tampa is turned to Orlando. അനേകർ വഴിതെറ്റി പോകുന്നത് കാണുന്നത് എന്തൊരു സന്തോഷം. So they take pleasure in seeing people going the wrong way. അപ്പൊ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ഉളവാക്കുന്നത് തന്നെ സന്തോഷം. So they find joy in creating, seeing others, people squirming. ഇതൊരു വലിയ അസുഖത്തിന്റെ ഒരു സിംറ്റമാണ്. And this is a symptom of something serious. ഈ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ വഴക്കുകൾ ആളുകൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ Back in India, when people fight, അതിനകത്ത് എന്തോ സത്യം ഉണ്ടെന്നൊന്നും I എനിക്കറിയാം. don't know the truth about this. എന്നാൽ ചിലര് അടുത്തിരുന്നോണ്ട് നഖം ഇങ്ങനെ ഉരച്ചോണ്ടിരിക്കും. Some people scratch their nails as somebody else is fighting. എന്തോ വിശ്വാസം? What is the thinking behind it? ഈ വഴക്കും ബഹളവും എങ്ങനെയെങ്കിലും ഒന്ന് ശമിപ്പിക്കണോന്നല്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. They're not saying that this quarrel should be quenched. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ആളിക്കത്തിക്കണമെന്നാണ്. They're trying to inflame the fight. That's what that means. നമ്മളിലെല്ലാം ഉറങ്ങുന്ന ചില വാസനകളുണ്ട്. There are some hidden talents you all have within അവയൊക്കെ you. നേരിടേണ്ട സമയത്ത് നേരിട്ട് കൊള്ളണം. You need to deal with those when you need to deal with them. ഒരു പെസിമിസ്റ്റിക് ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു നിരാശാവാദം എന്ന് പറയുന്നുണ്ടല്ലോ. We call a pessimistic outlook towards life. എല്ലാറ്റിലും പെസിമിസം കണ്ടെത്തും. In everything they find joy in finding pessimistic things. ചിലരോട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, If you say something to somebody, it doesn't matter what it is, ഉടനെ വരാൻ പോകുന്ന വാക്ക് the immediate response is ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പെസിമിസ്റ്റിക് ഒരു റെസ്പോൺസ്. there will always be a pessimistic or negative response to that. ഇവിടെയൊന്നും അങ്ങനെ ആരുമില്ല കേട്ടോ. I don't believe anybody like that here. പെസിമിസ്റ്റിക് നിരാശാവാദികൾ And always have a pessimistic outlook about life. എന്തിനെ കുറിച്ച് വേണമെങ്കിലും നെഗറ്റിവിറ്റി കണ്ടെത്താൻ നമുക്ക് പറ്റും. And they find passion in finding negative things about any subject. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതായിരിക്കും ഒരു പക്ഷേ. This is something I have shared that before. എന്നാലും ഇത് ഇവിടെ വളരെ അനുയോജ്യമാണ്. This is very appropriate for what we are talking about here. എന്തിനാ ചിരിക്കുന്നത്, വെറുതെ മുഖത്ത് ചുളി വീഴുമെന്നല്ല ഉള്ളൂ. And they say, why do you smile? That's going to create wrinkle on your face. എന്തിനാ സൂര്യപ്രകാശം കണ്ണുകളെ അന്ധമാക്കുമെന്നല്ല ഉള്ളൂ. The sunlight, what is the use of it? It makes you blind. എന്തിനാ പൂക്കൾ വളർത്തുന്നത്, അവിടെ എല്ലാം ക്രൗഡഡ് ആക്കുമെന്നല്ല ഉള്ളൂ. Why do you grow flowers? It just makes your yard crowded. എന്തിനാണ് കുഞ്ഞുങ്ങൾ നമ്മുടെ വാലറ്റ് കാലിയാക്കുമെന്നല്ല ഉള്ളൂ. And what is the purpose of children? They empty your wallets. അപ്പൊ നമുക്ക് എന്തിനു വേണമെങ്കിലും നെഗറ്റിവിറ്റി കണ്ടെത്താൻ പറ്റും. We are able to find negative things about everything and anything. ഇനി ഇതിൽ കൂടുതലായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. But I'm going to say one more grade above what I just shared. സാഡിസം എന്ന് കേട്ടിട്ടുണ്ട്. You heard of sadism? വാസന വൈകൃതം എന്നൊക്കെ പറയും. Or a sadistic attitude. എന്ന് പറഞ്ഞാൽ അത് മുമ്പേ പറഞ്ഞ നെഗറ്റിവിറ്റിയെക്കാളും എല്ലാം കൂടിയതാണ്. It is a higher level or higher grade than the negativity. ക്രൂവലായിട്ട് വളരെ ക്രൂരമായിട്ട് മറ്റുള്ളവരോട് ഇടപെട്ട് അതിൽ സന്തോഷിക്കുന്നവർ. They find joy and pleasure in dealing with others in a cruel way. അഡോൾഫ് ഹിറ്റ്ലറിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത്. I have read about Adolf Hitler. ക്രൂരതയുടെ പര്യായപദമായിട്ട് ഒരു മനുഷ്യനെ നമ്മൾ ആധുനിക യുഗത്തിൽ പറയുകയാണെങ്കിൽ അത് ഹിറ്റ്ലറിന്റെ പേരാണ്. And he was equal to cruelty or sadism. അപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഈച്ചകളെ മറ്റു ഫ്ലൈസിനെയൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് അതിനെ ജീവനോടെ കൊമ്പിൽ കോർത്ത് അല്ലെങ്കിൽ കമ്പികളിൽ ചെറിയ കമ്പികളിൽ കോർത്തുകൊണ്ട് നടക്കുവാരെന്നാണ് പറയുന്നത്. And they say that when he was a young boy, he would find pleasure in taking insects and putting a rod through them and enjoy watching them squirm. എനിക്കൊരു വ്യക്തിയെ അറിയാം. I know a person. അദ്ദേഹത്തെ എലികൾ വന്ന് അദ്ദേഹത്തിന്റെ മുറിയിൽ വലിയ ശല്യമായി. And the rats used to come into his room and bother him. അദ്ദേഹം എങ്ങനെയാ നേരിട്ടതെന്ന് അറിയാമോ? You know how he dealt with that? ട്രാപ്പ് വെച്ച് എലിയെ പിടിക്കും. And he will trap the rice or the mouse or the rats. അപ്പൊ എലി ട്രാപ്പിനകത്ത് ഇങ്ങനെ ഓടി നടക്കുക. And the mouse will run around in the trap. അതിനെ ഉടനെ കൊല്ലുകയോ വെള്ളത്തിൽ മുക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. And he will not drown or kill that rat quickly. മെഴുകുതിരി കത്തിച്ചിട്ട് ആ ബേണിംഗ് ഇത് അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് രസിക്കുന്ന ഞാൻ കണ്ടു. And he would take the candle and melt the wax and pour it on this rat and enjoy watching that.
അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരുപക്ഷെ അല്പം ഇതിന്റെയൊക്കെ എലിമെന്റ് കണ്ടേ. Knowingly or unknowingly, you may have inherited some of these qualities in your own life. അപ്പൊ ഇതെല്ലാം സിംപ്റ്റംസ് ആയിട്ട് എടുത്തോണം. Take all these as symptoms of what you're dealing with. ഒരാളിൽ തന്നെ ഇവയെല്ലാം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. I am not saying one person possess all these ഈ qualities. സിംപ്റ്റംസിൽ അടയാളങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ If you are dealing with any of these symptoms, നമുക്ക് വളരെ കെയർഫുൾ ആകണം. you must be very careful. കാരണം സ്ലോലി ബട്ട് സ്റ്റഡിലി ദാറ്റ് വിൽ ടേക്ക് us to a point of depression. ആ ഒരു ചെറിയ കാര്യം പലപ്പോഴായിട്ട് നമ്മളെ ഡിപ്രഷനിലേക്ക് നയിക്കും. ഞാൻ ഇന്ന് ബിബ്ലിക്കൽ എക്സാമ്പിൾസിലേക്ക് വരാം. I'm coming to the biblical examples today. ഈ ഡിപ്രഷൻ കാൻഡിഡേറ്റ്സ് ആയിട്ട് ബൈബിളിൽ ആരെയും നമ്മൾ കാണുന്നുണ്ടോ? Do we see candidates of having depression in the scripture? ഒരുപാട് പേരുണ്ട്. അവയിൽ ചിലത് മാത്രം ഞാൻ ലിസ്റ്റ് ചെയ്യുക. There are many people, but I'm going to list few here. ഒന്നാമത് ഇയ്യോബിനെ നമുക്ക് എടുക്കാം. And the first person is Job. ഇയ്യോബിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. And Job chapter 30 verse 16 through 18. അതിൽ ഇയ്യോബ് ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു, കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു, രാത്രി എൻ്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു, എന്നെ കടിച്ചു കാരുന്നവൾ ഉറങ്ങുന്നുമില്ല. എന്ന് പറഞ്ഞാൽ നോയിങ് പെയിൻ, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന വല്ലാത്ത വേദന ഇല്ലാതെയാകുന്നില്ല, എന്നെ കടിച്ചു കാരുന്നവൾ ഉറങ്ങുന്നതുമില്ല. And Job says, now my life ebbs away, days of suffering grip me, night pierces my bones, my gnawing pains never rest. ഇയ്യോബിനെ പോലെ ഡിപ്രസ്ഡ് ആകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാള് അല്ലേ? Such a person who has all the right to be depressed. തനിക്ക് ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. He lost everything he had. ധനധാന്യ സമ്പത്താദികളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് തന്റെ കണ്ണിന് മുമ്പിൽ ഒലിച്ചുപോയി. All his crops, his wealth, and all the possessions he had in front of his eyes, all they dwindled away. തന്റെ 7 3 10 മക്കളും കൊല്ലപ്പെട്ടു. And all his 10 children died in front of his eyes. ഇനിയും അതിനെല്ലാം അവസാനമായിട്ട് തനിക്ക് തന്നെ താൻ തന്നെ ബാധിതനായി തീർന്നു. And above all, he was also inflicted by sickness. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ വിങ്ങുന്ന പരിക്കളാൽ നിറഞ്ഞു. He had all kinds of this sickness from head to toe. ചാരത്തിൽ ഇരുന്ന് ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. He was sitting in ashes and scraping himself the skin with a piece of stone. അപ്പോൾ സ്വന്തം ഭാര്യ തന്നോട് വന്ന് പറഞ്ഞു, And his own wife came to him and said, പിന്നെ നീ എന്തിനാ ദൈവവിശ്വാസം why വെച്ചുകൊണ്ടിരിക്കുന്നത്? are you still trusting in God? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിച്ചു കളക. Curse God and die. ഇതിൽ കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാകാൻ ഏതെങ്കിലും സാധ്യതയുണ്ടോ? Do you need anything more than that to be depressed? അതുകൊണ്ട് അയ്യോ പറഞ്ഞു, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു. And that is why Job is saying that my life is gnawing pain and it is ebbing away. കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു. And the days of suffering grip me. അതിന്റെ അസ്ഥികളെ പോലും തുളച്ചെടുത്ത് കളയുകയാണ്. And those things pierce even my bones. എങ്ങനെയാ അയ്യോബ് രക്ഷപ്പെട്ടത്? How did he survive? ഇത്രയും വലിയ പ്രയാസങ്ങളുടെ സാഹചര്യം ഉണ്ടായി. Even when he go through all these painful or difficult situations. താൻ എങ്ങനെയാ രക്ഷപ്പെടുവാൻ ഇടയായത്? How did he survive? അവൻ രക്ഷപ്പെടുവാൻ ഇടയായെങ്കിൽ അത് ദൈവത്തിന്മേലുള്ള അഗാധമായിട്ടുള്ള അല്ലെങ്കിൽ തകർക്കപ്പെടാത്തൊരു വിശ്വാസവും ധൈര്യവും ഉണ്ടായിരുന്നു. He had an unwavering faith in God. That is what helped him to survive. ആ വിശ്വാസത്തോടെ ഇയ്യോബ് ഏറ്റു പറഞ്ഞു. And with that faith he confessed, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I truly believe my Redeemer lives. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. And I know that he will stand on the dust of one day. എന്റെ ത്വക്കിങ്ങനെ നശിച്ചു പോയാലും, Even though my skins are being deteriorated, അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. not anybody else, but with my own eyes I will see my ഇത് Savior. വലിയ പ്രയാസമുണ്ടായ ഒരു വ്യക്തിയെ കാണാൻ പറ്റുമോ? Can you see a person who has gone through more grief than Job? പക്ഷെ എങ്ങനെയാ നേരിട്ട് നോക്കി? But do you understand how he faced that? I know my Redeemer lives. വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. Yes, my Redeemer lives. He had an ultimate faith in God. Hallelujah. Hallelujah. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഒരുപക്ഷേ നമ്മെ നേരിടുകയാണ്. Even we are maybe facing such difficulty in our own lives. അതിന്റെ മധ്യത്തിൽ നമുക്ക് ഏറ്റുപറയാൻ പറ്റണം. Even among that we should be able to confess, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. our Redeemer or my Redeemer lives.
കാര്യങ്ങൾ എത്ര വഷളാകുന്നു എന്ന് തോന്നിയാലും regardless of how bad the circumstances are, ഏറ്റു പറയാൻ പറ്റണം, we should be able to confess, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. my Redeemer lives. Hallelujah. Hallelujah. ദാവീദ് മറ്റൊരു ഉദാഹരണമാണ്. And David is another example. 61 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, And in Psalm 61, David says, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. when from the end of the earth I will call to you, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണം. and lead me to the rock that is higher than I am. ദാവീദിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദാവീദിന് തന്നെ തോന്നുന്നത് താൻ എവിടെയാന്നാ. So even when David's heart was grieving, where does he think he is? ഭൂമിയുടെ അറ്റത്ത് പോയിരിക്കുക. I am at the end of the earth, he says. ചിലപ്പോൾ പറയുന്നത് ഭൂമിയുടെ ആഴത്തിലാണ്. He's saying I'm at the depth of the earth. In other നമുക്ക് ചിലപ്പോൾ words, അങ്ങനെ തോന്നാറുണ്ട്. we also feel the same way. ലേക്ക്ലാൻഡിലൊന്നും അല്ല ജീവിക്കുന്നത്. We don't live in Lakeland. ഇപ്പൊ എവിടെയാ ജീവിക്കുന്നത്? Where are you living now? കഷ്ടത പെരുകുമ്പോൾ നമുക്കും തോന്നുകയാ, When we go through pain, we feel, ഭൂമിയുടെ അറ്റത്ത് എവിടെയോ ജീവിക്കുക, and I am dwelling in the ends of the earth somewhere, ആഴങ്ങളിൽ നിന്ന് നിലവിളിക്കാൻ ഇടയാവുകയാണ്. and we're crying out from the depth of our pain. ദാവീദ് പ്രാർത്ഥിച്ചു, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. And lead me to the rock that is higher than I am, David prayed. ദാവീദിന് ഡിപ്രഷൻ ഉണ്ടായിരുന്നോ? David had depression, you think? I believe he had. Yes. 143 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. And in Psalm 143 verse 3 and 4. അവിടെ ദാവീദ് ഇങ്ങനെയാ പറയുന്നത്, And David says, ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, enemy pursued me, നിലത്തിട്ട് എന്നെ ചവിട്ടി തകർത്തിരിക്കുന്നു, he crushes me to the ground. പണ്ട് മരിച്ചവരെ പോലെ എന്നെ ഇരുട്ടിൽ He പാർപ്പിച്ചിരിക്കുന്നു, makes me dwell in darkness like those long dead. എന്റെ മനസ്സ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു, So my spirit grows faint within me, എന്റെ ഹൃദയം എന്നിൽ സ്തംഭിച്ചിരിക്കുന്നു. and my heart within me is dismayed. ഇതുപോലെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. And such a depressing situation. ശത്രു ഉപദ്രവിക്കുന്നത് ശരീരത്തെ ഉപദ്രവിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. And the enemy, it does not say that they bothered his health. എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, In my soul itself. നിലത്തിട്ട് എന്നെ തകർത്തിരിക്കുകയാണ്, And he crushed me to the ground. എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുക, ഒരു മരിച്ച വ്യക്തിയെ പോലെ. He made me dwell in darkness like a dead person. ഈ ഇരുളെന്ന് പറയുന്ന അക്ഷരികമായ ഇരുളല്ല, This is not a little darkness ഇത് we're talking about. ആത്മീകമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഇരുളാണ് നമുക്കറിയാം. We know it is a spiritual or a psychological അതുകൊണ്ട് എന്റെ മനസ്സ് എന്റെ darkness. ഉള്ളിൽ വിഷാദിച്ച് സ്തംഭിച്ചിരിക്കുന്നു. So my heart is dismayed and fainted and sad. രക്ഷപ്പെടാൻ പറ്റുമോ? Is there a way to get out of that situation? ഈ സാഹചര്യത്തിൽ നിന്ന് ഒരു രക്ഷയുണ്ടോ? Is there a possibility of getting out of that situation? ദാവീദ് എന്തുവാ ചെയ്തത്? So what did David do? അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. It is written in verse 5. പക്ഷേ ദാവീദ് പ്രാർത്ഥിക്കാൻ നോക്കി കാണും. And David may have tried to pray, പ്രാർത്ഥനയ്ക്ക് ഒരു കണക്ഷൻ കിട്ടുന്നില്ല but സ്വർഗ്ഗവുമായി. there was no connection with the heaven in prayer. ദൈവത്തിന്റെ വചനം ന്യായപ്രമാണം ഒക്കെ എടുത്ത് വായിക്കാൻ നോക്കി He കാണും. may have taken the law and started reading it. ഇതെല്ലാം ഡ്രൈ ആയിട്ട് തോന്നുക, എന്നോടൊന്നും സംസാരിക്കുന്നില്ലല്ലോ. And everything seemed to be dry and nothing was speaking to him. അപ്പോൾ ദാവീദ് എന്താ ചെയ്തെന്ന് So എഴുതിയിരിക്കുന്നത്? what did David do? ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, I remember the days long ago. ഞാൻ ആരായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നു, I remember who I was. എന്നോട് ദൈവം കൃപ കാണിച്ചത് ഞാൻ ഓർക്കുന്നു, I remember God showed grace towards me. ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തിയത് ഞാൻ ഓർക്കുന്നു. I remember those days when I was a shepherd boy, God lifted me out of that നിന്റെ situation. കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ധ്യാനിക്കുന്നു. I remember the works of your hand, O God. എന്റെ കൈകൾ നിങ്ങളിലേക്ക് ഞാൻ മലർത്തുന്നു. I raised my hand towards you and lifted myself up to you, തിരിഞ്ഞു O നോക്കി God. ദൈവത്തിന്റെ വിശ്വസ്തത ഓർക്കുകയാണ്. Looking back and showing, remembering God's faithfulness. ഏറ്റവും വലിയ ഡിപ്രഷന്റെ നടുവില് Even when he going through the highest depression in his ദാവീദ് life, തിരിഞ്ഞു നോക്കിയിട്ട് പറയുക, പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. David is looking back and is saying, I remember those good days in the past. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തിരിഞ്ഞു നോക്കിയിട്ട് പറയാനുണ്ട്, Every one of you can look back and say, look at the past days. എന്റെ പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. I remember those old days. ഞാൻ ഇല്ലാതെയായി എന്ന് പറഞ്ഞ ദിവസങ്ങളുണ്ട്. I remember those days that I will not exist anymore. ഇനിയൊരു വഴിയില്ല എന്ന് പറഞ്ഞ സമയങ്ങളുണ്ട്. There were days when I thought there was no way forward. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ഓർക്കുന്നു. But I remember your works of your hands, O God. എനിക്ക് തന്ന വിടുതൽ ഓർക്കുന്നു. I remember the deliverance you gave me, O God. ഇത്രത്തോളം കൊണ്ടുവന്നത് ഓർക്കുന്നു. I
remember you have brought me to this point, oh God. ഹല്ലേലൂയ. Hallelujah, hallelujah. എത്ര വലിയ വിഷാദത്തിന്റെ മധ്യത്തിലാണെന്ന് തോന്നിയാൽ Regardless of how much depression you are going through in your life, അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഉപാധികൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. the word of God gives you ways to come out of that ഈ depression. ഉദാഹരണങ്ങളിലുണ്ട്. There are many examples ഈ in the word of ദൈവ God. മനുഷ്യരുടെ ജീവിതങ്ങളിലുണ്ട്. There are many of the examples in the examples of people in the word of God. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മുടെ തന്നെ സാഹചര്യങ്ങളോട് നമുക്ക് പറയാൻ But പറ്റും. even speak to our own situations this ഞാൻ morning. എന്റെ പണ്ടത്തെ നാളുകളെ I ഓർക്കുന്നു. remember the old days. ഇതെന്നെ എപ്പോഴും അനുഗ്രഹിക്കുന്ന ഒരു വേദഭാഗം. This is a passage that often bless me when I read it. കാരണം ഞാനും പല സാഹചര്യങ്ങളിൽ കൂടെ സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നു In many ways I have gone through depression and anxiety. പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ചില I സമയങ്ങൾ. remember those days when I was not able to pray. വചനം വളരെ ശുഷ്കമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്നില്ലെന്ന് And there were days തോന്നുന്ന when the word of God was not speaking to me. ശാന്തമായി മാറിയിരുന്ന് പിറകിലേക്ക് നോക്കുമ്പോൾ As I sit quietly and looking backwards. ദാവീദ് പറയുന്നത് പോലെ എന്റെ ഉള്ളവും പറയാൻ തുടങ്ങും. And as David has said, my soul also spoke to me. ഞാൻ പണ്ടത്തെ നാളുകളെ I ഓർക്കുന്നു. remember those good days. എന്നെ കൊണ്ടുവന്ന വഴികൾ ഞാൻ I ഓർക്കുന്നു. remember the ways God has brought me to this ദൈവത്തിന്റെ point. കരത്തിന്റെ പ്രവർത്തികളെ ഞാൻ ഓർക്കുന്നു. I remember the works of God's hand in my അവന്റെ life. കരുതലുകളെ ഞാൻ ഓർക്കുന്നു. I remember His care and protection for me. ഞാൻ നിങ്ങളിലേക്ക് എന്റെ കരങ്ങളെ മലർത്തുന്നു. I will lift my hands up to you, O God. ഹല്ലേലൂയ. Hallelujah. ആസാഫ് എന്ന ദൈവത്തിന്റെ ദാസൻ Asaph, one of the servants of God, 77 സങ്കീർത്തനത്തിൽ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത്. Psalm 77 verses 2 to 4. ആസാഫ് ഇങ്ങനെ പറയുന്നു, കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. In my lowest state I searched for God. രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. And I have raised my hands and turned my hands towards God. എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. I thought about the former days, the years of long ago. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. I remember you, O God, and I groaned. ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. I mused and my spirit grew faint. നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു. You kept my eyes from closing. സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടു. I was too troubled to speak. പക്ഷെ നമ്മൾ ചിലരും അങ്ങനെയാ അല്ലേ? Many of us are like that. ആസാഫിനെ പോലെ പറയേണ്ടി വരികയാണ്. Just like Asaph. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകള്, The ways we're going through. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ദൈവം കൃപ കാണിപ്പാൻ മറന്നുപോയോ എന്ന് ഓർക്കുന്ന സമയത്തെ കുറിച്ച് ആസാഫ് പറയുന്നുണ്ട്. Asaph is talking about a day when God forgot to show mercy towards me. കർത്താവ് എന്നെ മറന്നുപോയതാണെങ്കിൽ അതെന്റെ കഷ്ടത തന്നെയാ. And if God forgotten me, then it is for surely I will be in distress. അത്യുന്നതന്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ എന്ന് ഞാൻ പറയുമെന്നാ പറയുന്നത്. And he's saying that these are the hands of God that brought me grace. അത് കഴിഞ്ഞ് പറയാൻ ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. I will think about what verse? Verse 16. Sorry, 11. Verse 11. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. I will remember the deeds of the Lord. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. Yes, I will remember your miracles of long ഞാൻ ago. നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും. I will meditate on all your works. നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. And consider all your mighty deeds. Can we compare ഇതൊന്ന് താരതമ്യപ്പെടുത്താവോ? Can we compare Asaph to us? കഷ്ട ദിവസമാണ്. It was a day of really groaning. രാത്രി മുഴുവൻ ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധി കൈ തളരാതെ മലർത്തിയിരിക്കുകയാണ്. And all night you're raising your hands to God. ആശ്വാസം നിരസിക്കുക. ഏതെല്ലാം ആശ്വാസം ആളുകൾ കൊണ്ടുവന്നാലും അതെല്ലാം നിരസിക്കുക. All the comfort people brought to you, you're rejecting it. ദൈവത്തെ മാത്രം ധ്യാനിച്ച് ഇങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുക. Only you're meditating on the Lord and worried and concerned. ആത്മാവിൽ വലിയ വിഷാദമാണ്. And there's great sorrow in your കണ്ണിന് soul. ഉറക്കം തടുത്തിരിക്കുകയാണ്. And there's no sleep. സംസാരിപ്പാൻ പോലും കഴിയുന്നില്ല. Not able to speak at all. എന്നാൽ താൻ പറയുകയാ, But even then he says, ഞാൻ ഇങ്ങനെ ഞാൻ വിചാരിച്ചെങ്കില്
അത് കഷ്ടത തന്നെയാണ്. If I thought about it like that, it will definitely be എന്നാൽ suffering. അതല്ല ഞാൻ ചെയ്യാൻ But പോകുന്നത്. that is not what I'm going to do. ഞാൻ നിന്റെ പ്രവർത്തികളെ വർണ്ണിക്കാൻ പോവുകയാണ്. And I'm going to declare your works. നിന്റെ പ്രവർത്തികളെ ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ്. I will remember your miracles long ago. നമുക്ക് ഈ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരിക്കാതെ, Without talking about all the negatives, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയാതെ, having the thoughts of depressing thoughts in നമ്മെ your... ജീവിപ്പിക്കുന്ന ഉത്സാഹിപ്പിക്കുന്ന വചനം ഉരുവിട്ടുകൊണ്ടിരിക്കാം. And we must repeat the words that encourage us and edifies us. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന വചനങ്ങൾ ഉരുവിടാം. And let us talk about the words that encourages us and believe in trusting in God. ഇന്ന് രാവിലെയും അത് നമുക്ക് ചെയ്യാം. And even this morning, let us do നമ്മെ that. അലട്ടുന്ന സമ്മർദ്ദങ്ങളിൽ നമുക്ക് പുറത്തു വരാം. And let us get out of the pressures that suppress us and get out of that situation. Hallelujah. Hallelujah. ഏലിയാവിന്റെ ഉദാഹരണം നമുക്കെല്ലാം അറിയാം. Everybody knows Elijah's situation. നമ്മൾ ഏലിയാവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഓർക്കുന്നത് എവിടെയുള്ള ഏലിയാവാ? Many times when we think of Elijah, what are we thinking? കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിലുള്ള On Mount Carmel, പ്രാർത്ഥിച്ച് തീ ഇറക്കുന്ന ഏലിയ, and he prayed and brought fire. അല്ലെങ്കിൽ തന്റെ പ്രാർത്ഥനയാൽ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഏലിയ, And somebody, by his prayer, he's resurrected people from the dead. തന്റെ പ്രാർത്ഥനയാൽ മഴ ഇല്ലാതെയാക്കിയ ഏലിയ, And by his prayer, he stopped the rain. തന്റെ പ്രാർത്ഥനയാൽ പിന്നെ മഴയെ കൊണ്ടുവന്ന ഏലിയ. And by his prayer, he brought rain back. എന്ന വേറൊരു ഏലിയ ഉണ്ട്. But there is another Elijah that we don't see often. ആ ഏലിയാവിനെ എവിടെയാ കണ്ടെത്തുന്നത്? Where do we see that Elijah? ബെർശെബയിലെ മരുഭൂമിയിലെ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുകയാണ്. And he is in the desert of Beersheba under a broom tree. ഒന്ന് രാജാക്കന്മാർ 19-ാം അധ്യായം 4-ാം വാക്യം. And 1 Kings chapter 19 verse 4. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. While he went away a journey into the desert, he came to a broom tree and sat down under it and prayed that he might die. ഇപ്പോൾ മതി യഹോവേ, I have had enough, Lord. എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. Take my life. ഒരു ഡെത്ത് വിഷ് പോലും വരത്തക്കവണ്ണം, Even wishing death upon his life. ഇത്രയും ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി ധൈര്യത്തോടെ നിന്ന വ്യക്തി. Here is a man stood boldly for the Lord in one place. 2 ദിവസം കഴിഞ്ഞപ്പം കിടക്കുന്ന എവിടാന്ന് നോക്കിയേ. 2 days later, where is he lying? കർമ്മേലിന്റെ പർവ്വതത്തിന്റെ മുകളില് എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് 850 പ്രവാചകന്മാർ പുരോഹിതന്മാർക്കെതിരായിട്ട്, ആഹാബ് രാജാവിനെതിരായിട്ട്, ഇസ്രായേൽ മക്കൾക്കെതിരായിട്ട് ഏകനായി നിന്ന വ്യക്തി. A man stood on Mount Carmel alone and challenged the prophets of Baal and brought fire, victorious on Mount Carmel. ഇവിടെ തന്നെ ആ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുക. Where he is alone under a broom tree and lying in depressed. അവൻ മരിപ്പാൻ ഇച്ഛിച്ചെന്ന് എഴുതി. He says that he wanted to die. ഞാൻ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. It would be good that I die. കാരണം ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. I am not as good as my fathers. അതുകൊണ്ട് യഹോവയായ ദൈവമേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. He is saying, Lord, take my life. അവൻ അറിയാമായിരുന്നു ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ സ്വയം ജീവനെ എടുക്കുവാനുള്ള അധികാരം അവനില്ല. He knew that he did not have the ability to commit suicide. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാ പറയുന്നത്, Apostle Paul, because of that, says, ഉരിഞ്ഞു കളവാനല്ല, ജീവനാൽ മർത്യമായത് നീങ്ങിപ്പോകേണ്ടതിന് മീതെ ധരിപ്പാൻ വാഞ്ചിച്ചുകൊണ്ട് ഞരങ്ങുകയാണ്. Apostle Paul says, I don't want to get rid of myself, but I am desiring something that I can cover myself. That is the grace of God. അപ്പൊ ഉരിഞ്ഞു കളവാൻ നമുക്ക് ആർക്കും അധികാരമില്ല. None of us have the right to get rid of our life. നമ്മുടെ ജീവനെ എടുത്തു കളയുവാൻ നമുക്ക് ആർക്കും അധികാരമില്ല. None of us have the right to get rid of our life that God gave us. ഈ ജീവൻ ദൈവം നൽകിയതാ. This is something God given. ഈ ജീവനെ എടുക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. God is the only one who has authority to give and take away your life. Can we say an amen? Amen. Hallelujah. Can we say an amen? നമുക്ക് ജീവന്മേൽ അധികാരമില്ല. We have no right upon our own life. ഇത് ഉരിഞ്ഞു കളയാൻ നമുക്ക് അധികാരമില്ല. We are not able to take our life and get rid of it. I think ഏലിയാവിന് ഈ ദർശനം ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. Elijah had an understanding of that. അതുകൊണ്ട് സ്വയം തന്റെ ജീവനെ എടുത്തു കളവാനല്ല അവൻ ശ്രമിക്കുന്നത്. So he did not try to take his own life. അവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. And he is praying to God. കർത്താവേ, എന്റെ ജീവനെ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. Lord, take my life. ദൈവം അവന് ദർശനം നൽകി അവനോട് സംസാരിക്കുക. God is giving him a revelation and God is speaking to him.
ദൈവത്തിന്റെ ദൂതൻ അവന് ഭക്ഷിപ്പാൻ ഉള്ള അപ്പവും വെള്ളവും നൽകി. The angel of God brought bread and water to him. ആ ഭക്ഷണത്തിന്റെ ബലത്തോടെ അവൻ യാത്ര ചെയ്തു. With the strength of that cake and the water he had. അവനോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. But there is something the angel of God is telling him. രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. And it is repeated twice in this passage. തിന്നുക, get up and eat. എഴുന്നേറ്റ് കുടിക്കുക, get up and drink. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എലിയാവേ. You have a great journey ahead of you, Elijah. ആ ഭക്ഷണത്തിന്റെ ബലം കൊണ്ടവൻ 40 ദിവസം സഞ്ചരിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം എത്തിയെന്ന് എഴുതിയിരിക്കുന്നു. It is written that he went with that energy and the vigor from that food for 40 days to Mount Horeb. നോക്കണേ, ഏലിയാവ് എങ്ങനെയാ ബലപ്പെട്ടത്? So how did Elijah get strengthened? ഞാൻ മരിക്കട്ടെ കർത്താവേ എന്ന് പറഞ്ഞ ഏലിയാവ്, The person who said, take my life, O God. ഏലിയാവിനെ ദൈവം ഓർപ്പിക്കുകയാ. And God is reminding Elijah, ഏലിയാവേ, നിന്നെക്കുറിച്ചുള്ള എന്റെ പദ്ധതി തീർന്നിട്ടില്ല, അത് ഓർത്തോണം. Elijah, my plan for you is not over. ഈ സമ്മർദ്ദങ്ങളെല്ലാം നിന്നെ മൂടുമ്പോൾ ഓർത്തോണം. When you come with all these pressures and burdens in your life, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി തീർന്നിട്ടില്ല. remember God's plan for your life is not over. നിനക്ക് ദൂരയാത്രയുണ്ട്. There is a great journey ahead of you. നിനക്ക് ശുശ്രൂഷകളുണ്ട്. There is ministry left for you. നിനക്ക് അരാമിലെ രാജാവിനെ അഭിഷേകം ചെയ്യാനുണ്ട്. There is a king to be ordained in Aram. ഇസ്രായേൽ രാജാവിനെ അഭിഷേകം ചെയ്യാനുണ്ട്. There are many kings to be ordained in Israel. നിനക്ക് ശേഷമുള്ള പ്രവാചകനെ ഒരുക്കാനുണ്ട്. To prepare a prophet right after you. ഏലിയാവേ, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. Elijah, your now work is not done. ഏലിയാവേ, നിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്കുള്ള ഉദ്ദേശം തീർന്നിട്ടില്ല. Your plan or your purpose for your life is not fulfilled, Elijah. ദൈവത്തിന്റെ പർപ്പസ് തീരാത്തിടത്തോളം കാലം നമുക്ക് വിഷാദപ്പെടാൻ, ഡിപ്രസ്ഡ് ആകേണ്ട കാര്യമില്ല. There is no reason to be depressed until the work of God in your life is fulfilled. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, if God has a purpose for your life, എന്റെ ഇന്നിനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, God has a purpose for you today, നാളെയെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, if God has a purpose for you tomorrow, അതിനായി ജീവിക്കും. I will live for that purpose. ഏതെല്ലാം നഷ്ടങ്ങൾ വന്നാലും, Regardless of all the losses that I accumulate, കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിട്ടാലും, even though I find pain and suffering in my life, ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി ഞാൻ ജീവിക്കും. I will live for the purpose of God. എത്ര പേരൊരു ഹല്ലേലൂയ പറയും? How many of you will raise your hands and hallelujah? നമുക്ക് കർത്താവിനോട് പറയാം. Let us tell Lord, കർത്താവേ, ഞാൻ പലപ്പോഴും വളരെ തളർന്നു പോയി. Lord, I have been depressed and I have been lack of energy in my life for many times. മറന്നുപോയൊരു കാര്യമുണ്ട്. There is something that I have forgotten. നിനക്ക് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടല്ലോ. You have a plan and purpose for me. ആ ഉദ്ദേശത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? What should I do to fulfill that purpose in my life? ഹല്ലേലൂയ. Hallelujah. Thank you Jesus. Hallelujah. അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളിൽ, രോഗങ്ങളിൽ, മാനസികമായ സമ്മർദ്ദത്തിന്റെ മധ്യത്തിൽ പുറത്തു വരാനുള്ള വലിയൊരു മാർഗമാണ് ദൈവത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഓർക്കുന്നത്. So when we think about God's purpose and plan in your life, that is a way to get out of your depression, your anxiety. ഹല്ലേലൂയ. Amen. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ, if God has a plan and purpose for me, എൻ്റെ നാളുകൾ അവന്റെ കയ്യിലായിരിക്കും. if then my tomorrows will be in his hands. എൻ്റെ ഭാവി അവന്റെ കരത്തിൽ. My future is in his hands. എൻ്റെ ആരോഗ്യം അവന്റെ കരത്തിലായിരിക്കും. My health is in his hands. എൻ്റെ കുടുംബം അവന്റെ കരത്തിലാണ്. My family is in his hands. എൻ്റെ കുഞ്ഞുങ്ങൾ അവന്റെ കരത്തിലാണ്. My children are in his hands. എൻ്റെ എല്ലാം അവന്റെ കരത്തിലാണ്. Everything I have, everything I possess is in his hands. പർപ്പസിനായിട്ട് ജീവിക്കും. I will live for that purpose. Hallelujah. 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 ഒരുപാട് ഉദാഹരണങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. Many more examples are in the word of God. പുതിയ നിയമത്തിൽ നമ്മൾ അപ്പോസ്തലനായ പൗലോസിനെ കാണുന്നുണ്ട്. In the New Testament we read about Apostle Paul. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം വിളിച്ചില്ലായിരുന്നെങ്കിൽ, if God has not called Apostle Paul, അദ്ദേഹം കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നില്ലായിരുന്നെങ്കിൽ, if he didn't stand firm for the Lord, മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സഞ്ചരിച്ച് സഭകൾ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ, if he had not traveled in 3 continents and established churches, ദൈവം ദർശനം നൽകിയില്ലായിരുന്നെങ്കിൽ, if God has not given him that revelation, ആ നൽകിയ ദർശനത്തിന് വേണ്ടി താൻ നിന്നില്ലായിരുന്നെങ്കിൽ, if he didn't stand for that revelation that God gave him, ഇന്ന് ക്രിസ്ത്യാനിറ്റി എങ്ങനെയാകുമായിരുന്നെന്ന് അറിയാമോ? can you imagine where Christianity will be today? പൗലോസിലൂടെയും പൗലോസിനെ കൂടാതെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. God can do work through Paul and without Paul. അതിനകത്ത് യാതൊരു സംശയവുമില്ല. There is no doubt about that. എന്നാൽ ശക്തമായി അതിശക്തമായി ദൈവം ഉപയോഗിച്ച അപ്പോസ്തലനായ പൗലോസിനെ, But that God used powerfully and mightily Apostle Paul in many ways.
പൗലോസ് സൂപ്പർമാൻ ആയിരുന്നല്ലേ? Was Paul a Superman? ഇത്രയും ലേഖനങ്ങൾ എഴുതി, He had written many epistles, ഇത്രയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി, and many souls came to the Lord because of him. ഇത്രയും സഭകൾ സ്ഥാപിച്ചു. He has established many churches. ഇന്നും നമ്മൾ പൗലൂസിനെ കുറിച്ച് പറയുന്നു. Even today we talk about him. എനിക്ക് തോന്നുന്നില്ല എന്റെ ഒരു പ്രസംഗത്തിൽ പോലും പൗലൂസ് എന്ന പേരില്ലാതെ ഞാൻ പ്രസംഗിക്കാറുണ്ട്. I don't know if I doubt that I had never finished a sermon without talking or mentioning Paul. യേശു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഞാൻ ഉപയോഗിക്കുന്ന പേര് പൗലൂസിന്റെ. After Jesus, his name is being used more by anyone. അത്രയ്ക്ക് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. He has influenced me in such a way. അത്രയ്ക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും And സ്വാധീനിച്ചു. he has influenced each one of us that way. എങ്ങനെയാ പൗലൂസിന് അത് കഴിഞ്ഞത്? So how Paul was able to do that? തനിക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ലായിരുന്നല്ലേ? Don't you think he had mental depressions or suppressions? പൗലൂസ് തന്നെ പറയാ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം In Corinthians, 2 Corinthians chapter 2 അതിന്റെ 1-ാം അധ്യായം 8-ാം വാക്യം, and chapter 1 verse 8. പൗലൂസ് തന്നെ പറയുക, ഏറ്റുപറയുക, ഇത്രയും വലിയ ദൈവമനുഷ്യൻ. And such a great man of God says, സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. We do not want you to be uninformed, brothers, about the hardship we suffered in the province of Asia. We were under great pressure, far beyond our ability to endure, so that we despaired even of life. ശക്തിക്ക് മീതെ ഭാരപ്പെട്ടെന്ന പൗലോസ് പറയുന്നു. It says that we despaired even above our own capabilities. നമ്മളിൽ ആരെങ്കിലും ഇന്ന് രാവിലെ ശക്തിക്ക് മീതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, If any of you are worried or concerned beyond your strength, നമ്മൾ ആരും തനിയല്ലെന്ന് ഓർത്തോണം. know that you are not alone. പൗലൂസിനെ പോലുള്ള ഇത്രയും വലിയ ഒരു ദൈവ മനുഷ്യൻ, A great man of God just like Paul, ഞങ്ങൾ ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും നിശ്ചയമില്ലാതെ ശക്തിക്ക് മീതെ. we were even doubting that we will be alive. ഒരു വാക്യഭാഗം കൂടെ കാണിക്കാം. I want to show you one more passage. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 2 Corinthians chapter 7, 5-6 വാക്യങ്ങൾ. 5 and verse 5 and 6. മറ്റൊരവസരത്തെ കുറിച്ച് പൗലോസ് പറയുക, And he is talking about another situation. ഞങ്ങൾ മക്കദോന്യയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടം അത്രയും ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. When we came to Macedonia, this body of ours had no rest, but we were harassed at every turn. Conflicts on the outside, fears within. But God, who comforts the downcast, comforted us by the coming of Titus. ഭാരങ്ങളുടെ മധ്യത്തിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who comforts us in the middle of our stress. പൗലോസ് പറഞ്ഞു, സകല വിധത്തിലും കഷ്ടമാ. Every way there is suffering all around us. ജഡത്തിന് ഒട്ടും സുഖമില്ല. My body has no rest at all. പുറത്തുള്ള എതിർപ്പ്, യുദ്ധം, Conflicts outside. അകത്താണെങ്കിൽ ഭയം നിറഞ്ഞിരിക്കുകയാണ്. Inside of we are gripped with the fear. എന്നാലും ഞങ്ങളെ ആശ്വസിപ്പിച്ച ഒരു ദൈവമുണ്ട്. But there is a God who comforted us. 14 ദിവസം സൂര്യനെ പോലും കാണാതെ കടലിൽ ഇങ്ങനെ അലയുക പൗലോസ്. 14 days they were in the sea without even seeing the sun. ഏത് സമയത്തും ഈ കപ്പൽ മുങ്ങിപ്പോകാമെന്നാണ് അതിലുള്ള എല്ലാവരുടെയും ചിന്ത. Everybody was under the impression that this ship would be wrecked at any moment. എന്നാൽ പൗലോസിനെ ആശ്വസിപ്പിക്കാൻ കർത്താവ് ദർശനം നൽകി രാത്രിയിൽ. But God gave a vision to Paul in the middle of the night. പൗലോസിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, And he came to Paul and said, പൗലോസേ ഭയപ്പെടേണ്ട. Do not be afraid, Paul. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാ. You will be standing in front of Caesar. നിന്നെക്കുറിച്ച് എനിക്കൊരു ഉദ്ദേശമുണ്ട്. I have a plan for you. ഞാൻ നിന്നെ അങ്ങോട്ട് And കൊണ്ടുപോവുകയാണ്. I am sending you or taking you there. കപ്പലിലുള്ള എല്ലാവരുടെയും ജീവൻ ഞാൻ നിന്റെ കയ്യിൽ I തന്നിരിക്കുകയാണ്. am giving you the life of every person in this ship. നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന സാഹചര്യങ്ങളിൽ When we are most fearful, ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ as we ഉയർത്തുമ്പോൾ lift our eyes to Jesus, ആശ്വസിപ്പിക്കുവാൻ അവൻ കടന്നു വരുന്ന and ദൈവമാണ്. He is a God who comes near to us അവൻ and നമ്മുടെ comforts us. കഷ്ടങ്ങളിൽ നമ്മെ കൈവിടുന്ന ദൈവമല്ലല്ലോ. He is not a one who abandoned us in our distress. അതുകൊണ്ട് സങ്കീർത്തനക്കാരനും പറയുന്നത്, And that is why the psalmist എൻ says, മനമേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്? My soul, why are you concerned and worried inside of you? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. Find hope in God. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah.
കഷ്ടങ്ങളുടെ മധ്യത്തിൽ ആശ്വസിപ്പിക്കുന്ന ദൈവം ഉണ്ടെന്ന് ഓർത്തോണം. But remember, there is a God who is nearer and comforts us in our troubles. മനുഷ്യന്റെ ആശ്വാസം വലിയ ഉപയോഗമുള്ളതല്ല. Human beings' comfort is not very useful. ഇന്ന് നമ്മെ ഉയർത്തി പറയുന്നവൻ നാളെ നമ്മെ താഴ്ത്തി ചവിട്ടിക്കളയാനിടയുണ്ട്. The people that lift us up today, tomorrow they will drop us and stampede on us. ഇന്ന് ഹോസന്ന പാടുന്നവർ നാളെ ക്രൂശിക്കാന്ന് പറയാൻ സാധ്യതയുണ്ട്. The people who sing Hosanna to you today, they will crucify you tomorrow. അതുകൊണ്ട് മനുഷ്യൻ നൽകുന്ന ആശ്വാസം നൈമിഷികം മാത്രമാണ്. So the comfort the human beings give it is momentary. എന്നാൽ നമ്മുടെ എല്ലാ സാഹചര്യത്തിലും കടന്നു വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരുവനുണ്ട്. But there is a God who is always with us in every situation. അവൻ നമ്മോട് പറയും, He will tell us, ഞാൻ നിന്നോട് കൂടെയുണ്ട്. I will be with you. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. I have a plan for you. ഞാൻ അതിനായിട്ട് നിന്നെ നിർത്തിയിരിക്കുകയാണ്. And I have made you stand for that plan. എന്റെ ഉദ്ദേശം പൂർത്തിയാകുന്നത് വരെ Until my plans for your life is fulfilled. ആർക്കും നിന്നെ തൊടാൻ പറ്റില്ല. Nobody can touch you. നീ എന്റെ ഉള്ളം കരത്തിൽ You are in the palm of my hands. നിന്നെ എന്റെ വലം കൈ എന്റെ കയ്യിൽ വെള്ളയിൽ ഞാൻ I വരച്ചിരിക്കുകയാണ്. have drawn you on my palm. എന്റെ കൺമണിയായി ഞാൻ നിന്നെ I തിരഞ്ഞെടുത്തിരിക്കുന്നു. have kept you as the apple of my eye. ബൈബിളിലെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഇന്ന് പകലിൽ പറഞ്ഞു. I have shared some examples from the Bible. Over the years ഒത്തിരി ദൈവത്തിനു വേണ്ടി ഉപയോഗപ്പെട്ട ആളുകൾ. There are many great men who have been used for the Lord. അതിന്റെ വിവരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. I don't want to go to the details of that. Martin Luther, great man of God. മാർട്ടിൻ ലൂതർ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി എങ്ങനെയായിരിക്കുമായിരുന്നു? How can you think where we would be without in the Christianity without Martin Luther? പ്രൊട്ടസ്റ്റന്റിസം ഉണ്ടായി തന്നെ മാർട്ടിൻ ലൂതറും He was the founder of the Protestant movement. ഒരുപാട് വില കൊടുക്കേണ്ടി വന്നയാളാ. He had great price he paid for that. ഒരുപാട് ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെട്ടു. He was used for God mightily. അദ്ദേഹം എഴുതിയ മനോഹരമായ ഗാനങ്ങളുണ്ട്. And there are many great hymns that we sing he wrote. പക്ഷേ മാർട്ടിൻ ലൂതറിന് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. But it is written that Martin Luther went through great depression. ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. And he was used mightily for God. ചിലർ പറയുന്നത് അദ്ദേഹം ബൈപോളാർ ഡിസീസ് ഉണ്ടായിരുന്നു. Some people say he had bipolar disease. പക്ഷേ ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് But he stood firm for the Lord. ചിലപ്പോൾ അദ്ദേഹം വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ when he was so depressed in his life, ഒരിക്കൽ അദ്ദേഹത്തിന്റെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുക, as he was sitting in front of his table, അറിയാതെ തന്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങി. as his fingers started moving, ആ ടേബിളിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് ഇരിക്കുന്നു. and he was started writing like this in the table. vivid He wrote vivid എന്ന് പറഞ്ഞാൽ he lives. He said that God is living. God is living. ഞാൻ നിരാശപ്പെടുന്നത്? And then why am I worried? എന്റെ ദൈവം ജീവിക്കുന്നുണ്ട്. My God is living. അവൻ ഇന്നും He is still on the throne even today. ഈ ഓർമ്മ നമ്മെ ബലപ്പെടുത്തട്ടെ. That memory should strengthen us. C.H. Spurgeon അങ്ങനെയായിരുന്നു. As Spurgeon, a great man, a preacher, ഒരുപാട് പ്രസംഗികളുടെ പ്രഭു എന്നറിയപ്പെടുന്ന ആളാണ്. and he was known as the prince of preachers. അന്നത്തെ കാലത്ത് ഈ ആധുനിക സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ 10 മില്യണിൽ കൂടുതൽ ആളുകളോട് പ്രസംഗിച്ച ആളാണ്. There was no modern technology in those days, but he preached to more than 10 million people. പക്ഷേ നിരന്തരമായി he had to battle against depression എന്നാ പറയുന്നത്. And it is written that he had to battle depression on a daily basis. ഇപ്പോ നമ്മൾ ആരെങ്കിലും മാനസികമായ സമ്മർദ്ദത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, if you are going through the tension in your mind or mentally this morning, നമ്മൾ അനാത്മീകരാണെന്ന് ആരും ഓർക്കരുത്. don't think that you're an unspiritual person. അങ്ങനെ ആരെയും മുദ്ര കുത്തല്ലേ. And don't stamp anybody like that. അതുകൊണ്ട് അതിൽ തന്നെ താമസിക്കണമെന്നല്ല പറയുന്നത്, വസിക്കണമെന്നല്ല പറയുന്നത്. I'm not saying that you should dwell in that situation. അതിൽ നിന്ന് പുറത്തു വരാനുള്ള മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങൾ, But there are many examples to come out of that depression. അത് നമുക്ക് കണ്ടെത്താം. And we can find that in the Word of God. Prison of anxiety യിൽ നമ്മൾ ആരും ജീവിക്കല്ലേ. None of us should live in the prison cell of anxiety. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. Let us live for God with freedom. ഹല്ലേലൂയ. Hallelujah. ആരാധനയിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടാകണം. And we must have that freedom in worship. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടാകണം. We must have that freedom in Christian life. ഇന്ന് അതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിക്കാം. Let us surrender ourselves this morning. എല്ലാവരും കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കുക. Everybody closing your eyes this നമ്മുടെ morning. തലകൾ ദൈവസന്നിധിയിൽ കുനിയിച്ചിരിക്കുമ്പോൾ, And as we are bowing our heads in the presence of God, നമുക്ക് ഈ മനോഹരമായ ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ നിന്ന് എടുക്കാം. and just look at the examples in the Word of God. അനുഗ്രഹീത ദൈവദാസന്മാർ ഉപയോഗിച്ച മാർഗ്ഗങ്ങളെ നമുക്കും അവലംബിക്കാം. Let us model the examples of the great men of God that has modeled for us. Let us surrender ourselves in the presence of God. Our Heavenly Father, thank you for speaking to us intimately this morning, Lord.
Every one of us, Lord, have challenges, difficulties, anxiety, and tension in our lives. But help us not to dwell on that and just like Elijah have prayed to take our life, but model after those things, Lord. You are there closer to us than a friend, encouraging us, Lord. Your plan and purpose for our life is not fulfilled yet until you call us home, Lord. If any of us are struggling with that thought and mind in our lives this morning, or any of us listening to us online, Father, I pray that you comfort In the them name this of morning, Lord. Jesus. In the name of Hallelujah. Jesus, we Amen. come against that spirit of darkness, Amen. Lord. Amen. We thank you for speaking to us this morning. Lift us up from that situation, oh God. And let us think about the word, the examples that you have given in the scripture, and also great men ahead of us that have gone on and lived a life that is pleasing to you, Lord. Help us to model our life after those things, Father. We thank you again. We give you praises. We give you honor. In Jesus Christ, the Lord.